ഒക്കെ താൽക്കാലികമാണ്. അതിലൊന്നും വലിയ ഫലമുളവാക്കാൻ പോകുന്നില്ല. അൻവർ എന്ത് രാഷ്ട്രീയ വിശദീകരിക്കുന്നുള്ള അറിയില്ല, ആരും കേൾക്കുന്നില്ലേ പത്രത്തിൽ. അപ്പൊ അതിലൊരു പ്രത്യേകതയൊന്നും CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കാണുന്നില്ല. അതൊക്കെ ഈ കേരളത്തിന്റെ പഴയകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള എത്രയോ സംഭവങ്ങളും അനുഭവങ്ങളില്ലേ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വേവലാതിയില്ല. ഈ ഒരു പൊതുയോഗം എന്ന് പറയുന്ന സമയത്ത് പലരും വന്നു കൂടും, എന്താണ് പറയുന്നത് കേൾക്കും. പ്രത്യേകിച്ച് CPIM-നെതിരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാവും. അങ്ങനെ വന്നു കൂടുന്നതായിട്ട് കണക്കാക്കിയാൽ മതി. അതിലൊരു പ്രത്യേകതയൊന്നും ഞങ്ങൾ കാണുന്നില്ല. അൻവർ പറഞ്ഞത് ഈ ഒരു മുന്നണിയിലേക്കോ ഒരു പല ആളുകൾ ഒരു പാർട്ടിയായിട്ട് വരിക, അതിന്റെ ഭാഗമായി ചേരും. അത് BJP ആകാം, UDF ആകാം, ലീഗ് ആകാം, എവിടെയാണോ ശരി തോന്നുന്നത് അതിലേക്ക് പോകുന്ന വരെ ഒരു പ്രഖ്യാപനം നടത്തുക. അപ്പൊ ഇനിയും പൊതുയോഗങ്ങളുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവേശനമോ പുതിയൊരു പാർട്ടി രൂപീകരണമോ വല്ലതും നമ്മൾ കണക്കാക്കുന്നുണ്ടോ? ഇല്ല, നമ്മളതിനെ അത് അവരാണല്ലോ, അൻവറാണല്ലോ അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കട്ടെ. CPIM ദേശീയ തലത്തിലും സാർവദേശീയ തലത്തിലും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള പാർട്ടിയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് CPIM സ്വീകരിക്കുന്ന വ്യക്തമായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിൽ CPIM-ന് ഏതെങ്കിലും തരത്തിലൊരു വേവലാതിയോ പ്രശ്നങ്ങളോ ഇല്ല. ഇത് CPIM-നെ ബാധിക്കുന്ന പ്രശ്നമില്ല. CPIM-ന്റെ അണികൾ ഭദ്രമാണ്. CPIM സ്വീകരിക്കുന്ന നിലപാട് ഇപ്പം പാർട്ടി സമ്മേളനങ്ങളെല്ലാം നടക്കുകയാണ്. ആ സമ്മേളനത്തിലൂടെ നടക്കുന്ന ചർച്ചയും തീരുമാനങ്ങളുമെല്ലാം പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ CPIM-ന് ഒരു വേവലാതിയില്ല. മുൻകാലങ്ങളിലും ഇതുപോലെയുള്ള എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം അതിജീവിച്ച് പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പം CPIM-ന് അകത്തുള്ളൊരു വിഷയമല്ല ഇത്. അൻവർ പാർട്ടി മെമ്പറല്ല, പാർട്ടിക്കകത്തുള്ള ആളല്ല. പാർട്ടിക്കകത്തെ സംഘടനാ രീതിയോ രാഷ്ട്രീയ നിലപാടുമായിട്ട് ബന്ധമുള്ള ആളല്ല അൻവർ ഒരു പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അദ്ദേഹത്തെ CPIM-ന് അർഹതപ്പെട്ട നിലമ്പൂർ സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി. അത് ആ മണ്ഡലത്തിലെ ഒരു അന്നത്തെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തതാണ്. അതല്ലാതെയുള്ള യാതൊരു ബന്ധവും CPIM-ഉം അൻവറുമായിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള ഒരാൾ പാർട്ടിക്ക് വെളിയിൽ എത്ര ആളുകൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചു വരുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലയൊന്നും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളിലില്ല. പാർട്ടി സെക്രട്ടറി ആണല്ലോ, അപ്പൊ LDF-ന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. അദ്ദേഹത്തെ നടപടി ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് അത് വെറുതെ പറഞ്ഞു. അത് നിങ്ങൾ കാത്തിരുന്ന് കാണാം. അൻവർ CPIM-മായി സഹകരിക്കുന്ന ആള് എന്നുള്ള നിലയിലാണ് CPIM-ന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായി വന്നത്. CPIM-ന് അൻവറുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളത് ഈ പുതിയ സാഹചര്യത്തിൽ ബന്ധവുമില്ല എന്നുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അൻവറിന്റെ ഒരു നിലപാടിന് CPIM-ന് ബന്ധമില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള തീരുമാനം പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായിട്ടും ഉണ്ടാവും. മുൻപ് അൻവർ കോൺഗ്രസിനും BJP-ക്കും ലീഗിനും ഒരു രൂക്ഷ വിമർശനം ഉന്നയിച്ച ആളാണ്. ഇന്നലെ അൻവർ പറഞ്ഞ ഓപ്ഷന്റെ അകത്ത് കോൺഗ്രസും BJP-യും ലീഗും വരുവാണ്. ഇത് അൻവറിന്റെ നിലപാടിലൊരു വൈരുദ്ധ്യമല്ലേ? അൻവറിനും വൈരുദ്ധ്യ നിലപാട് തന്നെ അൻവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അൻവർ ഈ വൈരുദ്ധ്യ നിലപാട് എടുക്കുന്ന സമയത്ത് തന്നെ അവരുടെ അഭിപ്രായവുമായിട്ട് ബന്ധപ്പെട്ട നിലപാട്, ഇത് CPIM വിരുദ്ധ നിലപാടാണോ? അതിന് പ്രചാരണം കൊടുക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ട്. CPIM വിരുദ്ധ നിലപാടാകുമ്പോൾ അതിന് കുറച്ചുകൂടി ശക്തി പകരും. അത് സാധാരണ സംഭവിക്കുന്ന കാര്യമല്ലേ. അത് എന്തെല്ലാം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചല്ലേ 2016 CPIM-ന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചത്. ഈ കൊടുങ്കാറ്റിനെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണല്ലോ ഭരണ തുടർച്ച കിട്ടിയതും. ഇത്തരം സാഹചര്യത്തെ അതിജീവിച്ചിട്ടാണല്ലോ. അതുകൊണ്ട് അതുപോലുള്ളൊരു സാഹചര്യം ഇപ്പോഴും ആ നിലയിൽ പരിഗണിച്ച് CPIM-നെ അത് ബാധിക്കില്ല. അതാണ് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ബാധിക്കില്ല.